അതായത് കുരങ്ങ്, മരപ്പട്ടി, അതായത് സുജീനെ പോലെയുള്ള മരപ്പട്ടി, ഉടുമ്പ്, മുള്ളം പന്നി, കാട്ടുപൂച്ചയൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൂർ സ്നേക്ക് പാർക്കിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ചെക്കൻ എന്ന് പറയുന്നത് സുജിയാണ്, എൻ്റെ ഒരു ചങ്ങായിയാണ്. അപ്പോൾ ഒരു ഹായ് പറയടേ. ഹായ്. അപ്പോൾ ഇവനെ ഞാൻ മറ്റേ തളിപ്പറമ്പ് ചൊറുക്കള എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് കൂട്ടിയിട്ട് ഇനി അവനവിടെ തിരിച്ചു കൊണ്ടാക്കണം, അതാണ് രസം. അതെ. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ അതായത് കാര്യങ്ങളും വീഡിയോയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ കാണുന്ന ഒരു ഇതാണ് കേട്ടോ, ഒരു ബോർഡാണ്, കാര്യങ്ങൾ സംഭവമാണ് ഇത്. അപ്പോൾ അക്വേറിയം മീനും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. ഇനി ഇവിടെ ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ബോർഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതായത് കുരങ്ങ്, മരപ്പട്ടി, അതായത് സുജീനെ പോലെയുള്ള മരപ്പട്ടി, ഉടുമ്പ്, മുള്ളം പന്നി, കാട്ടുപൂച്ചയൊക്കെ ഉണ്ട് ഇവിടെ. അതാണ് ആ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നേരെ അത് കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇവനെ പോലെയുള്ളവനാണ് കാട്ടുപന്നി എന്നെല്ലാം പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഈ ഒരു സാധനത്തിനെ കാണിച്ചു തരാം. നമ്മളെ നാട്ടിലും പച്ചോന്ത് എന്ന് പറയും. സുജീൻ്റെ നാട്ടിൽ എന്നാടാ പറയാ? അവൻ രഹസ്യമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അതിനെ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ നടന്ന് മുള്ളം പന്നീൻ്റെ കൂടിനടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരെ അതിന് കാണിച്ചു തരാം. ഈ സുജി ഒരു കാര്യം പറയും, എവിടെ ചെന്നാലും കുറുക്കൻ്റെ കണ്ണ് കോഴിക്കോട്ടിലാണെന്നതാ ഈ ചെക്കൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മരപ്പട്ടിയാണ്. ഇതാ നേരത്തെ പറഞ്ഞ ഇവൻ്റെ മുഖ ഷേപ്പുള്ള സാധനമാണ് നേരത്തെ ഉള്ളത്. ഞാൻ കാണിച്ചു തരാം. അതായത് മരപ്പട്ടിയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഇതാ ഇവൻ്റെ മുഖം, നമ്മുടെ നിങ്ങൾ ഇവൻ്റെ മുഖം, മരപ്പട്ടീൻ്റെ മുഖം, അതാ ഇവൻ്റെ കണ്ണ്, മൂക്ക് എല്ലാം കൂടെ കാണുമ്പോൾ മരപ്പട്ടീൻ്റെ ഒരു ഷേപ്പ് വരും. അപ്പോൾ നിങ്ങൾക്ക് ആ മരപ്പട്ടീനെ കാണിച്ചു തരാം. എടാ നമുക്ക് അങ്ങോട്ട് പോയി നോക്കിയാലോ? അല്ല അവിടെ ഒന്നും ഉണ്ടാവില്ലടാ. ആമയാ ഇതല്ലേ? ആമയുണ്ട്. ഇന്ത്യൻ പോണ്ട്. ബാക്കി വായിക്കാൻ അറിയണ്ടേ ഇംഗ്ലീഷ്? പഠിക്കണം. എടാ നമ്മൾ പഠിക്കുമ്പോൾ മാവിൻ്റെ മുമ്പിലടാ കയറുന്നത്. അപ്പോൾ നമുക്കെന്നാ അങ്ങോട്ട് പോയി പോട്ടോ. കുരങ്ങന്മാരാണ്. ഇതാ കുരങ്ങൻ്റെ കൂടാണ്. ഇനി ഒട്ടകപ്പക്ഷിയുണ്ട്. ഒട്ടകപ്പക്ഷീനെ കാണാം. അടുത്തത് നേരെ അല്ലേ ഒട്ടകപ്പക്ഷീൻ്റെ അടുത്തേക്ക് പോകാം നമുക്ക്. സോറി, ഈ ഒട്ടകപ്പക്ഷി അല്ല കേട്ടോ, ക്ഷമിക്കണം, യമു.
എമുവാണ് ഇവിടെ ഉള്ളത്. ഒട്ടകപ്പക്ഷിയിൽ എൻ്റെ തെറ്റാണ്, ക്ഷമിക്കുക. എന്താ അപ്പോൾ ഇവനല്ലേ എന്താ ഈ മയിലിൻ്റെ കൂട് പോലത്തെ കോഴിക്കോട് ഈ ചക്കൻ ഉണ്ടാകണം എന്നാണ് പറയുന്നത്. അല്ലേടാ? നല്ല ഐഡിയ അല്ലേ? അല്ലേ അല്ലേ? കൊടുത്തു മയിൽ പീലി കൊടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നതാണ് കേട്ടോ ഇത്. തിരിയുന്നുണ്ട് ഇതിനകത്ത് മൊബൈലൊക്കെ തിരി. ആൺമയിലല്ലേടാ പീലി പടർത്തോ? കിട്ടി ജീവിതത്തിൽ ആദ്യമായിട്ടാ കേട്ടാ ഇങ്ങനത്തെ കാണുന്നത്. എടാ സുജി, ഞാനോ ഏട്ടാ, നീയോ? ഞാൻ കണ്ടതില്ല. പരമാവധി എടുത്തോ. മോനെ, അപ്പോൾ ഞാനും ഇവനും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മയിൽ പീലി ഉണർത്തിയിട്ട് നൃത്തം ചെയ്യുന്നത് കണ്ടത്. അല്ലടാ? പറ നീ. ഞാനല്ല, നമ്മൾ ഒന്നിച്ച് വരുമ്പം എല്ലാവരും പറയണം. അല്ല, നമ്മൾ ആദ്യമായിട്ടല്ലേ നീ കണ്ടേ? ഇതപ്പോൾ നമ്മൾ ചെറിയൊരു ഗുഹ പോലെ ഒരു സംഭവത്തിൽ കയറിയിട്ടുണ്ട്. ഇതാ ഗുഹയൊന്നുമല്ല, ഇവിടെ ഒരു ജസ്റ്റ് ആക്കി ചെയ്തു വെച്ച ഒരു ഇതാണിത്. ഇതാ പെരുമ്പാമ്പിൻ്റെ എടാ ഇതിനകത്ത് പെരുമ്പാമ്പില്ലല്ലോ. എന്തിയേ? പെരുമ്പാമ്പാണ്. അണലി ഇതിനകത്ത് അണലിയാണുള്ളത്. പക്ഷേ ഇതായത് ഗ്ലാസ് ഇട്ടത് കൊണ്ട് നിങ്ങൾക്ക് കാണുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അടുത്ത സ്ഥലം ഇതാ അത് കാണൂല കേട്ടോ, നിഴൽ മാത്രമേ കാണുന്നുള്ളൂ. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല കേട്ടോ. അടുത്തത് നീർക്കോലിയാണ്. അതും ഗ്ലാസിൻ്റെ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ശരിക്കും തിരിയൂല. എന്തിടാ അതിനകത്ത് ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടാവും. കാണുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തരാം. ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം വീഡിയോ, അതായത് എടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് എടുത്ത് കാണിച്ചു തരാം. അവിടെ ഒരു ചേട്ടൻ ഇരിക്കുന്നുണ്ടോ, മീൻ പിടിക്കാതിരിക്കുന്നതാണെന്ന് തോന്നുന്നു. നമുക്ക് അതിൻ്റെ അടുത്തേക്കും പോകാം വഴിയേ, അതിലൂടെ ചുറ്റി കറങ്ങി പോകാനുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴി ഞാൻ അവിടെ കാണിച്ചു തരാം. ഇവിടെ പെരുമ്പാമ്പാണ് ഉള്ളത്. ഇതാ അങ്ങാണ്, അതായത് ഗ്ലാസിൻ്റെ ആ ഒരു ഗ്ലേസിങ് വരുന്നത് കൊണ്ട് നമുക്ക് ഇപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ വിഷ്വൽ നമുക്ക് കാണാൻ പറ്റൂല കേട്ടോ. അതുകൊണ്ട് നെക്സ്റ്റ് സ്ഥലം ഇന്ത്യൻ കോബ്ര എന്നറിയപ്പെടുന്ന മൂർഖൻ. അതാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. അതും ഭയങ്കര ഗ്ലേസിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് പരമാവധി ഞാൻ നോക്കാം. മൂർഖൻ അധികാരം എല്ലാവരും നമ്മുടെ നാട്ടിലുണ്ടാകും. അല്ലേടാ? നമ്മുടെ നാട്ടിലുണ്ടാകുന്ന സാധനം തന്നെയല്ലേ അതെ. അതുകൊണ്ട് നോക്കട്ടെ കേട്ടോ, കാണിച്ചു തരാൻ പറ്റുമോ നോക്കാം. നിങ്ങൾ കാണുന്നില്ലെങ്കിൽ, അതായത് വിഷ്വൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ഇനി ഞാൻ നിങ്ങൾക്ക് അടുത്തത് കാണിച്ചു തരുന്നത് നല്ല കിഡിലോസ്കി മുതലേനയാണ് കേട്ടോ. അല്ലേടാ? കിഡിലോസ്കി അല്ലേ? നല്ല അടിപൊളി മുതലേനെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അതായത് മൃഗങ്ങൾ അങ്ങനെ അത് മാത്രമല്ല ഉള്ളത്. ഒരുപാട് ഔഷധ സസ്യങ്ങൾ, അതുപോലെ നല്ല തണൽ വൃക്ഷങ്ങൾ, അതുപോലെ അങ്ങനെയൊക്കെയുള്ള അതിൻ്റെ ശരിയാണ്. അതായത് അതിൻ്റെ ശാസ്ത്രീയ നാമങ്ങളടക്കം ഇവിടെ കൊടുത്തിട്ടുണ്ട്. തൽക്കാലം നമുക്ക് എല്ലാ വിഷ്വലും കൂടെ ഒന്നിച്ച് നമുക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തൽക്കാലം ഞാൻ അതിൻ്റെ അതായത് നമ്മുടെ മൃഗങ്ങളെ മാത്രമേ ഞാൻ ഇന്ന് കാണിക്കുന്നുള്ളൂ കേട്ടോ. എന്നുവെച്ചാൽ ഒരുപാട് വൃക്ഷങ്ങൾ തന്നെ, ഒരുപാട് ടൈപ്പ് വൃക്ഷങ്ങൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തൽക്കാലം നമുക്ക് വൃക്ഷങ്ങൾ കാണിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് ഉണ്ടോ. ഇതൊക്കെ ഒരുപാട് തണൽ വൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തൽക്കാലം നമുക്ക് അത് കാണിക്കാൻ നിർവാഹമില്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ മൃഗങ്ങളെ മാത്രമേ ഇന്ന് കാണിക്കുന്നുള്ളൂ കേട്ടോ.
അപ്പോൾ നമ്മളിനി പോകാൻ പോകുന്നത് കിങ് കോബ്ര എന്നറിയപ്പെടുന്ന രാജവെമ്പാലേൻ്റെ അടുത്തേക്കാണ്. ഞാനും ഉണ്ട്, എൻ്റെ കൂടെ വന്ന ആ പയ്യനും ഉണ്ട്. നമുക്ക് ആദ്യം ഇനി രാജവെമ്പാലേൻ്റെ അടുത്തേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കോവിഡിന് ശേഷമുള്ള ഈ അതായത് സ്നേക്ക് പാർക്കിൽ അത്യാവശ്യം കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എന്താ പറയുക, തിരക്ക് കണ്ടമാനം തിരക്കൊന്നുമില്ല, ഒരു മീഡിയം ലെവൽ ഇങ്ങനെ നമുക്ക് സാമൂഹിക അകലമൊക്കെ പാലിച്ച് കൊണ്ടുപോകാൻ പറ്റിയാലടാ. അതുപോലെ നമുക്കിവിടെ വന്നാൽ നിങ്ങൾക്ക് നല്ലൊരു കാഴ്ച ഇവിടെ കാണാം. അപ്പോൾ തൽക്കാലം ഞങ്ങൾ ഇവിടെ നിർത്തുകയാണ്. ഞങ്ങളിനി പുറത്തോട്ട് ഇറങ്ങുക. ബാക്കി നമുക്ക് പുറത്തോട്ട് ഇറങ്ങിയിട്ട് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. വാടാ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രക്സ് ട്രാവലറിൻ്റെ ക്രക്സാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് നല്ല നല്ല വീഡിയോസുകൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തിക്കാം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ക്ഷമിക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ, അതായത് അപ്പോൾ കണ്ണൂർക്കാരുടെ ദൈവം എന്നറിയപ്പെടുന്ന പറശ്ശിനി മടപ്പുര മുത്തപ്പൻ ക്ഷേത്രം ഇവിടെ ഇതിന് തൊട്ടടുത്താണ്. ഇവിടുന്ന് ജസ്റ്റ് ഒരു 2.5-3 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഈ 2.5-3 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇനി അങ്ങോട്ടാണ് പോകുന്നത്. അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് പറശ്ശിനി അമ്പലത്തിനെ പറ്റിയിട്ടുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് നേരെ ഞങ്ങൾ അങ്ങോട്ട് പോകണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.